ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ബോൾ. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാംഗ്ലൂരിലെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ക്രിസ്പി വട ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വട തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് നമ്മുടെ ഇഞ്ചിയാണ്, അതും ഞുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയാണ്, അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഈ വക എല്ലാം നമ്മുടെ സവോളയുടെ ഒപ്പം നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഞെരട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സവോളയിൽ നിന്ന് വെള്ളം വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 കപ്പ് റവ ചേർക്കാം. റവ ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് നമ്മുടെ തൈര് ചേർക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തൈരും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഡോ പരുവാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഡോ പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നല്ല ചൂട് എണ്ണ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു വട നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ഡോ പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഡോ പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് സ്റ്റഫായിട്ട്, അതായത് നമ്മുടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇതിൻ്റെ എടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു സിപ്പ് പൗച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു വാഴയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു നൈസായിട്ട് നമുക്ക് കനം കുറച്ച രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കടായിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് റാപ്പിൽ നിന്ന് നമ്മുടെ ഈ ഒരു പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഓയിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം പതിയെ നമുക്ക് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് അടുത്തതും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിലൊന്ന് ആക്കി കൊടുക്കാം. പതിയെ ചൂടാണ്, നല്ല ചൂടാണ്. അത് കൈ പൊള്ളാണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എണ്ണയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വട നമുക്ക് തിരിച്ചും മറിച്ചും നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ, നല്ല ക്രിസ്പി ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് നമുക്ക് ഒന്ന് വാർന്നെടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബാംഗ്ലൂരിലെ തട്ടുകട സ്റ്റൈലിൽ തയ്യാറാക്കിയ നമ്മുടെ വട ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈവനിങ്ങിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ വട തയ്യാറാക്കി നോക്കിക്കോളൂ. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.